പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന ദിവസം യെശയ്യാ 49:16 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. ഇതാ, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ വലിയൊരു ആശ്വാസത്തിൻ്റെതായ വാക്കുകളാണ് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. വചനം നമ്മോട് പറയുന്നത് എങ്ങനെയാണ്? ഇതാ, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, സ്നേഹനദിയായ ഈശോയുടെ വലിയ കരുണയുടെ സ്നേഹത്തിൻ്റെ സ്വാന്തനത്തിൻ്റെ ഒരു വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ ഈശോ പറയുന്നതെന്ന് വചനത്തിലൂടെ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. എൻ്റെ നിങ്ങളുടെ വേദനിക്കുന്ന അവസ്ഥകളിൽ, ദുഃഖിക്കുന്ന, ഭാരപ്പെടുന്ന, സങ്കടപ്പെടുന്ന ജീവിതത്തെക്കുറിച്ചുള്ള ആകുലതകളിൽ, അസ്വസ്ഥതകളിൽ ഈശോ പറയുകയാണ്, മകനെ, മകളെ, നീ വേദനിക്കരുത്, നീ സങ്കടപ്പെടരുത്. നിന്നെ ഞാൻ എൻ്റെ ഉള്ളങ്കയിലുണ്ട്, നിന്നെ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് നിന്നെ കാണുവാൻ, നിൻ്റെ വേദനകൾ അറിയുവാൻ, നിൻ്റെ സങ്കടങ്ങൾ കാണുവാൻ എനിക്ക് സാധിക്കും. ഈശോയാകുന്ന ദൈവത്തിലേക്ക് നോക്കി, ആ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നോക്കി പ്രാർത്ഥിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും വേദനിക്കുമ്പോൾ സങ്കടപ്പെടുന്നൊരു ഈശോയുണ്ട് നമുക്ക് എന്ന് എനിക്ക് നിങ്ങൾക്കും ഓർമ്മയുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, വചനം നമ്മോട് പറയുന്നത് എങ്ങനെയാണ്? നിൻ്റെ മതിലുകൾ എപ്പോഴും, പ്രിയപ്പെട്ടവരെ, ഈശോ പറയാണ്, എപ്പോഴും എൻ്റെ മുമ്പിലുണ്ടെന്ന്. ആ മതിലുകളിൽ നിന്ന് രക്ഷ നൽകുവാൻ കഴിവുള്ളവനാണ് ഈശോയാകുന്ന നമ്മുടെ രക്ഷകനായ ദൈവം. ആ ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്ക് നിങ്ങൾക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. നമ്മുടെ വേദനകളിൽ, നമ്മുടെ ദുഃഖങ്ങളിലെല്ലാം എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നൊരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.